ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടും നല്ലൊരു വെണ്ടയ്ക്ക മോരുകറി എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 4 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. 4 വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ പീസാക്കണ്ട, ഇതുപോലെ ഒന്ന് നീളത്തിലല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഓരോന്നും 2 പീസാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വെണ്ടയ്ക്ക ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്ക ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവെടുപ്പ് മാറിക്കിട്ടേയും വേണം, അതുപോലെ തന്നെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവണം. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വെണ്ടയ്ക്കയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ പേരിലാണ് നന്നായിട്ടൊന്ന് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങിയ ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഏകദേശം നന്നായിട്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 5 ചെറിയുള്ളി ഒന്ന് വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആ ഒരു ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ചെറിയുള്ളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി തുടങ്ങണം. നന്നായിട്ട് മാറി തുടങ്ങണം എന്നുള്ള ആവശ്യമില്ല, നല്ല രീതിക്ക് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഒരല്പ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളകാണ്. കൂടെ തന്നെ ഒരു 2 പിഞ്ചളവിൽ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി. അതേ അളവിൽ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പില എല്ലാം ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തേങ്ങാക്കൂട്ടാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് ഒരു 3-4 ചെറിയുള്ളിയും കൂടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരു 2 പച്ചമുളക്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്തൊരു കൂട്ടും കൂടി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കാവുന്നതാണ്. നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കാൻ നിൽക്കേണ്ട, മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ആദ്യം നല്ല രീതിക്ക് ഒന്ന് ചൂടായി വരട്ടെ. ഈ ഒരു സമയം ഒരല്പം ഉപ്പ് ചേർക്കാം. ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മുടെ തേങ്ങാക്കൂട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മാത്രമേ പാടുള്ളൂ. ഒരുപാട് ഇട്ടിങ്ങനെ നല്ലതുപോലെ തിളപ്പിക്കാൻ വേണ്ടി പാടില്ല. എന്നാൽ നന്നായിട്ട് തന്നെ നമ്മുടെ തേങ്ങാക്കൂട്ട് ചൂടായിട്ടും ഉണ്ടാവണം. ഈ ഒരു രീതിക്ക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ചു തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്ക കഷ്ണങ്ങളും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ചെറിയ ചൂടിൽ തന്നെ ഇങ്ങനെ ഒന്ന് തിളയ്ക്കട്ടെ. ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ തൈരിൻ്റെ കട്ട ഒന്ന് മാറ്റി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല സൂപ്പറായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മോരുകറിയാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് പ്രത്യേകിച്ച് താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റിലേ തന്നെ താളിച്ചാണ് ഇത് എടുത്തിട്ടുള്ളത്. 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ഈ പുളിയും മസാലകളൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഉടൻ തന്നെ എടുക്കുന്നതിനേക്കാളും നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുപോലൊരു വെണ്ടയ്ക്ക മോരുകറി നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.